ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى أيضا في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور صدق الله العلي العظيم صدق وبلغ رسوله الكريم نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കൾ.
ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ജീവിതത്തിൽ കരുത്താണ്, ജീവിതത്തിൽ അവരൊരു പിൻബലമാണ്, ശക്തിയാണ്, താങ്ങും തണലുമാണ്, കൺകുളിർമയാണ്. അതിലൊക്കെ ഉപരിയായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം അവരുടെ ഖബറിലും പരലോകത്തും അവർക്ക് പ്രതിഫലം നേടിക്കൊടുക്കുന്ന, പുണ്യം നേടിക്കൊടുക്കുന്ന മാർഗങ്ങളുമാണ് സന്താനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തെ വളരെ സൂക്ഷ്മതയോടും അവധാനതയോടും ജാഗ്രതയോടും കൂടി നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുഷിച്ച ഒരു കാലഘട്ടമാണ്. അസാൻമാർഗികതകളും അധാർമികതകളും അശ്ലീലതകളും കൂലം കുത്തിയൊഴുകുന്ന ഒരു കാലഘട്ടം. എല്ലാം വിരൽത്തുമ്പിലാണ്. പൈശാചിക ശക്തികൾ എവിടെയും നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടം. സദാചാരത്തിന്റെ വിത്തുകേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അധാർമികതകളെ പ്രതിരോധിക്കുന്ന, തടുത്തു നിർത്തുന്ന കോട്ടകൾ എന്ന് പറയപ്പെടാവുന്ന കേന്ദ്രങ്ങളിലേക്ക് വരെ ഈ അസാൻമാർഗികതകൾ അറിഞ്ഞോ അറിയാതെയോ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാചാരത്തിന്റെ വിത്തുകേന്ദ്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് കുടുംബം എന്ന സംവിധാനത്തെ സംബന്ധിച്ചാണ്. സദാചാരത്തിന്റെ പാഠങ്ങൾ, ധാർമ്മികതയുടെ അധ്യാപനങ്ങൾ തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, സദാചാരങ്ങളുടെ എല്ലാ അധ്യാപനങ്ങളെയും സംസ്കാരങ്ങൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന, അവർക്ക് പങ്കിട്ടു കൊടുക്കുന്ന, അവരെ പരിശീലിപ്പിക്കുന്ന മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥാപനമാണ്, സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ലോകത്തേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളായ പ്രവാചകന്മാർ അവരെല്ലാം കുടുംബജീവിതം നയിച്ചവരായിരുന്നു. ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാം ഒരു കുടുംബനാഥനും ഹവ്വാ റളിയല്ലാഹു അൻഹ ഒരു കുടുംബിനിയുമായിരുന്നു. ഈ കുടുംബം എന്ന സംവിധാനത്തെ, ആ പവിത്രമായ ഘടനയെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകന്മാർ അധാർമികമായ ചിന്താഗതികളെപ്പോലും പ്രതിരോധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു ആറാബിയായ യുവാവ് കടന്നു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ താങ്കളോട് ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്, താങ്കളുടെ അനുചരനായി ഒരു മുസ്ലിമായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യത്തിൽ താങ്കൾ എനിക്ക് ഇളവ് നൽകണം. ഞാൻ താങ്കളുടെ അനുചരനായി വർത്തിക്കാം, ഞാൻ നമസ്കരിക്കാം, ഞാൻ നോമ്പ് പിടിക്കാം, ഞാൻ സക്കാത്ത് നിർവഹിക്കും, ഞാൻ പലിശ വാങ്ങുകയില്ല, ഞാൻ മദ്യപിക്കുകയില്ല, എല്ലാ തിന്മകളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുക, എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. പക്ഷേ സ്ത്രീകൾ എൻ്റെ ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ വ്യഭിചരിക്കാൻ മാത്രം എനിക്കൊന്ന് അനുവാദം നൽകിയാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിച്ചോളാം. എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരൂ, ഒരു ഇളവ് തരൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആറാബിയ യുവാവിനോട് ചോദിച്ചു, അല്ല, നിനക്ക് ഉമ്മയുണ്ടോ? അല്ലക്ക ഉമ്മുൻ? ഉണ്ട് റസൂലേ. നിനക്ക് സഹോദരിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല്, ഉണ്ട്, എനിക്കൊരു സഹോദരിയുണ്ട്. നിനക്ക് ഭാര്യയുണ്ടോ? പ്രവാചകരെ, തീർച്ചയായും. നിനക്ക് സന്താനമുണ്ടോ? നിനക്കൊരു മകളുണ്ടോ? അല്ലാഹുവിന്റെ റസൂലെ, എനിക്കൊരു മകളുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ എന്തായിരിക്കും നിന്റെ നിലപാട്? അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എങ്ങനെ അത് സഹിക്കും? എന്റെ ഉമ്മയെ വ്യഭിചരിക്കുകയോ ഒരുത്തൻ?
നീ പറയൂ, നിന്റെ സഹോദരിയെ ആരെങ്കിലും ഈ ഉദ്ദേശത്തോടെ സമീപിച്ചാൽ, നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചാരത്തിന് മുതിർന്നാൽ, നിന്റെ മകളെ ആരെങ്കിലും വ്യഭിചാരത്തിന് സമീപിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ വാളുകൊണ്ട് അവന്റെ തലയെടുക്കും. എന്റെ മകളെ വ്യഭിചരിക്കുന്നത് പോയിട്ട് അവളെ ഒന്ന് നോക്കാൻ പോലും ഞാൻ ഒരാളെ അനുവദിക്കുകയില്ല. റസൂൽ ചോദിച്ചു, എങ്കിൽ നീ ഇനി പറയൂ, നീ എന്നോട് വ്യഭിചരിക്കാൻ അനുവാദം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വ്യഭിചരിക്കാൻ അനുവാദം തന്നാൽ നീ വ്യഭിചരിക്കുന്നത് മറ്റൊരാളുടെ ഉമ്മയാണ്. ഈ നാലാലൊരു സ്ത്രീയല്ലാതെ ഒന്നെങ്കിൽ ഒരാളുടെ ഭാര്യ, അല്ലെങ്കിൽ ഒരാളുടെ മകൾ, ഒരാളുടെ ഭാര്യ, ഒരാളുടെ സഹോദരി, അല്ലെങ്കിൽ അയാളുടെ ഉമ്മ. ഈ നാലാലൊരു സ്ത്രീയല്ലാതെ ഈ ദുനിയാവിൽ വേറൊരു സ്ത്രീയില്ല. നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുക? ഇനി നീ പറയൂ, ഞാൻ നിനക്ക് വ്യഭിചരിക്കാൻ അനുവാദം നൽകേണ്ടതുണ്ടോ? അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇല്ല, താങ്കൾ എനിക്ക് അനുവാദം തരേണ്ടതില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സഹാബി തിരിച്ചു പോവുകയാണ് പ്രവാചകന്റെ അടുക്കൽ നിന്ന്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തത്? ആ ആറാബിയായ ചെറുപ്പക്കാരന്റെ ചിന്തയെ, അവന്റെ ബുദ്ധിയെ റസൂൽ കുടുംബം എന്ന പവിത്രമായ ഘടനയിലേക്കൊന്ന് ഇല്ലേ നിനക്കൊരു ഉമ്മ? ആ കുടുംബം എന്ന് പറയുന്ന പവിത്രമായ സങ്കല്പത്തിലേക്ക് ഇല്ലേ നിനക്കൊരു മാതാവ്, മാതൃത്വം? ഇല്ലേ നിനക്കൊരു മകൾ? ഇല്ലേ നിനക്കൊരു പെങ്ങൾ? നിനക്കില്ലേ ഒരു ഭാര്യ? അതാണല്ലോ കുടുംബം. ആ കുടുംബം എന്ന് പറയുന്ന ആ പവിത്രമായ സംവിധാനത്തിലേക്ക്, ആ ചിന്താഗതിയിലേക്ക്, ആ സങ്കല്പത്തിലേക്ക് ആ യുവാവിന്റെ ചിന്തയെ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുപോയിട്ടാണ് റസൂൽ അതിനെ പ്രതിരോധിച്ചത്. അതാണ് കുടുംബം. ഏഴ് പതിറ്റാണ്ടുകളോളം സോവിയറ്റ് റഷ്യയുടെ അധീനതയിലായിരുന്ന കുറെ റിപ്പബ്ലിക്കുകൾ, സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്ന് മോചിതമായ കുറെ പ്രദേശങ്ങൾ, അതിൽ ചിലത് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു. അസർബൈജാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ റിപ്പബ്ലിക്കുകളും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ചെച്ചിനിയ. ഇപ്പോഴും തർക്കം നടക്കുകയാണ്. അങ്ങനെ സോവിയറ്റ് റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ക്രൈസ്തവ ഭൂരിപക്ഷ റിപ്പബ്ലിക്കുകളെക്കാൾ കൂടുതലായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, പ്രവിശ്യകളിൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ ഇസ്ലാമികമായ നവോത്ഥാനം വളരെ ശക്തിയായി തന്നെ അരങ്ങേറി. മുസ്ലിം യുവാക്കൾ, മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം കുടുംബങ്ങൾ, മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമികമായ പാരമ്പര്യത്തിലേക്കും വിശ്വാസങ്ങളിലേക്കും ആരാധനകളിലേക്കും വളരെ ചുരുങ്ങിയ ഒരു കൊല്ലം കൊണ്ട് തന്നെ അവർ ഇസ്ലാമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി. പള്ളികളൊക്കെ ധാരാളം വർദ്ധിച്ചു. പക്ഷെ നേരെ തിരിച്ച അനുഭവമായിരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങൾ. മുസ്ലിം റിപ്പബ്ലിക്കുകളിൽ കാണപ്പെട്ട ഈ മാറ്റത്തെ സംബന്ധിച്ച് പാശ്ചാത്യൻ പത്രലേഖകർ അവിടുത്തെ മുസ്ലിം പണ്ഡിതരോട് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം സോവിയറ്റ് റഷ്യയുടെ, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കീഴിൽ ഞങ്ങൾക്കിതൊക്കെ നിഷേധിക്കപ്പെട്ടു. ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഇസ്ലാമിക വസ്ത്രം ധരിക്കുവാൻ, ആരാധനകളിൽ ഏർപ്പെടാൻ, പള്ളികൾ നിർമ്മിക്കുവാൻ വരെ അനുവാദം നൽകപ്പെടാതിരുന്നപ്പോൾ, സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്കിതൊക്കെ കർശനമായി വിലക്കപ്പെട്ടപ്പോഴും പുറത്ത് ഞങ്ങൾക്കിത് പാടില്ലായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിലും ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ഇസ്ലാമികമായ ആരാധനകൾ ഞങ്ങൾ രഹസ്യമായി നിലനിർത്തുകയും ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്രയേറെ ഈ രംഗത്ത് ശക്തി പ്രാപിക്കാൻ സാധിച്ചത് എന്ന് അവിടുത്തെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തു എന്നാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളിത് നിലനിർത്തിയിരുന്നു. സംസ്കാരങ്ങളുടെ സംരക്ഷണം, സദാചാരങ്ങളുടെ ദീനി അടിത്തറകൾ, ഇതിനെല്ലാം ചിറകട്ടി സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് കുടുംബം എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പാരമ്പര്യങ്ങളെ, വർഷങ്ങളോളം ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങൾ, കുട്ടികൾ ജനിച്ചത് തന്നെ ഗൾഫിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ, എന്നാലും അവർ നാട്ടിൽ വരുമ്പോൾ മലയാളം സംസാരിക്കുന്നു.
അവർ ജനിച്ചു വളർന്ന ചുറ്റുപാട്, അവർ പഠിക്കുന്ന ചുറ്റുപാട് എല്ലാം ഇംഗ്ലീഷ്. പുറത്തേക്കിറങ്ങിയാൽ ഒരു പർച്ചേസിങ്ങിന് പോയാൽ ഇംഗ്ലീഷ്, കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പുറത്തേക്ക് പോയാൽ ഇംഗ്ലീഷ്, എവിടെ വിനോദ കേന്ദ്രത്തിലേക്ക് പോയാൽ ഇംഗ്ലീഷ്, എല്ലാം ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശത്ത് വർഷങ്ങൾ ജീവിക്കുമ്പോഴും എന്തേ ഇവർ മാതൃഭാഷ മറക്കാതിരിക്കുന്നു? അവർ വീട്ടിൽ വന്നാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ മാതൃഭാഷയിലാണ് സംസാരിക്കുക. ഇതൊരു അനുഭവമാണ്. അപ്പൊ പലതിനെയും സംരക്ഷിക്കുന്നത് പാരമ്പര്യങ്ങളെ, സംസ്കാരങ്ങളെ, ഭാഷകളെ, ആദർശങ്ങളെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, ഇതിനെയെല്ലാം സംരക്ഷിച്ചു നിർത്തുന്ന എല്ലാത്തിൻ്റെയും സംരക്ഷണ കേന്ദ്രമാണ് കുടുംബം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സദാചാരത്തിന്റെ വിത്തുകേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് കുടുംബം. പക്ഷേ ആ കുടുംബങ്ങൾ വരെ നേരത്തെ പറഞ്ഞ അസാൻമാർഗികമായ അശ്ലീലതയുടെ കുത്തൊഴുക്കിൽ അതിലേക്ക് വരെ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണിമാളികകൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോരോ മുറികൾ നമ്മൾ സംവിധാനിച്ചു കൊടുക്കുന്നു. പാതിരാത്രി പിന്നിട്ടാലും രാത്രി 2 മണി കഴിഞ്ഞാലും ഉറങ്ങാതെ തങ്ങളുടെ മൊബൈലിൽ ഗേൾഫ്രണ്ടിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, തങ്ങളുടെ മൊബൈലിൽ തങ്ങളുടെ ബോയ് ഫ്രണ്ടിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന, അവരോട് സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ. നിങ്ങൾ അന്വേഷിച്ചു നോക്കിക്കോളൂ, പല കുട്ടികൾക്കും രാത്രി ഉറക്കമില്ല. രാത്രി പല കുട്ടികൾക്കും അവിടെ മുഖ്യമായ പണി എന്ന് പറയുന്നത് ഈ മൊബൈൽ വിളിച്ചിട്ട് ഈ ആരോട്, അവർക്ക് ഒരുപാട് പുതിയ കുറെ ബന്ധങ്ങൾ വന്നിരിക്കുന്നു വീടിനകത്തിരുന്ന്. നമ്മുടെ ഈ കാലഘട്ടം കമ്പ്യൂട്ടർ യുഗമാണ്. ടെക്നോളജി അതിന്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ നിരക്ഷരനായി പ്രഖ്യാപിക്കപ്പെടാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മൾ കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കൊടുക്കുന്നു, ഇന്റർനെറ്റ് കണക്ഷനുകൾ എടുത്തു കൊടുക്കുന്നു. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഫത്വ നൽകുകയല്ല. ആർക്കാണിത് വേണ്ട എന്ന് പറയാൻ കഴിയുക? ഇതൊന്നും വല്ലാതെ ഉപയോഗിക്കാത്ത, ഇതിനെ സംബന്ധിച്ച് വലിയ ജ്ഞാനമില്ലാത്ത ഞങ്ങളെപ്പോലുള്ള മിസ്കീനുകളായ ഖത്തീബന്മാർ പോലും ചിലപ്പോൾ നെറ്റ് പരിശോധിക്കാറുണ്ട്. ദോഹയിലെ ഉമറുൽ ഫാറൂഖ് പള്ളിയിൽ ലോകപ്രശസ്ത പണ്ഡിതൻ യൂസുഫ് അൽ കർലാബി ഖുതുബ നടത്തുന്നത് അദ്ദേഹത്തിന്റെ സൈറ്റിലുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ഖത്തീബന്മാർ യൂസുഫ് അൽ കർലാബിയുടെ സൈറ്റ് പരിശോധിക്കും, ഖുതുബയുടെ ഉള്ളടക്കമൊക്കെ ഒന്ന് ശരിയാക്കാൻ. കാരണം വിജ്ഞാനം ഇന്ന് വിരൽ തുമ്പിലാണ്, അതിനൊരു ഗുണമുണ്ട്, ഇതൊന്നും നിഷേധിക്കുകയല്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കുമ്പോൾ, നെറ്റൊക്കെ വീട്ടിൽ എടുക്കുമ്പോഴുമൊക്കെ അവർക്ക് സ്വതന്ത്രമായി സ്വകാര്യമായി കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ അവരുടേത് മാത്രമായ ലോകത്ത് നിങ്ങളത് വെച്ചു കൊടുക്കരുത്. അവരുടെ സ്വകാര്യ മുറികളിൽ അവരുടേതായ അവർക്ക് മാത്രം ഒറ്റയ്ക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിൽ നിങ്ങളത് സംവിധാനിക്കരുത്. വീട്ടിലെല്ലാവരും പെരുമാറുന്ന, എല്ലാവരുടെയും ദൃഷ്ടി പതിയുന്ന, മാതാപിതാക്കളുടെ കണ്ണെത്തുന്ന വീട്ടിലെ പൊതുസ്ഥലത്തായിരിക്കണം നിങ്ങളിത് വെച്ചു കൊടുക്കേണ്ടത്. കാലഘട്ടം വളരെ മോശമാണ്. ഇത് പറയുമ്പോൾ വീട്ടിലെ ഉപകരണങ്ങൾ ഇങ്ങനെ പൊതുസ്ഥലത്ത് സംവിധാനിച്ചത് കൊണ്ട് മാത്രം എല്ലാം ഭദ്രമായി അവർ സദാചാരമുള്ളവരായി വളരും എന്നൊന്നുമല്ല ആ പറഞ്ഞതിൻ്റെ. അത് ഒരു മാർഗം മാത്രമാണ്. പിശാച് കടന്നു വരാതിരിക്കുവാനുള്ള ഒരു വഴി അടക്കുക എന്നത് മാത്രം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ വീട് നമ്മൾ എങ്ങനെയൊക്കെ സംവിധാനിച്ചാലും ഉപകരണങ്ങൾ നമ്മൾ മാറ്റി സ്ഥാപിച്ചാലും അതൊക്കെ ഒരു പരിധി. കാരണം നമ്മുടെ മക്കൾ എല്ലാ സമയത്തും നമ്മുടെ കൺമുന്നിൽ തന്നെ ജീവിക്കുന്നവരല്ല. നമ്മുടെ കാഴ്ചക്ക് അപ്പുറത്തേക്കും പോകുന്നവരാണവർ. ഔട്ട് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ വിദ്യാഭ്യാസം തേടി, വിജ്ഞാനം തേടി,
സാങ്കേതിക അറിവുകൾ തേടി തനി യാഥാസ്ഥിതികരായ കുടുംബങ്ങളിൽ നിന്ന് പോലും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ എതിർക്കുന്ന, സ്ത്രീകൾ പുറത്തേക്കിറങ്ങുന്നതിനെ എതിർക്കുന്ന, സ്ത്രീകൾ ഉള്ളിൽ അകത്തളങ്ങളിൽ ഇരിക്കേണ്ടവരാണ് എന്ന് വീക്ഷണമുള്ള യാഥാസ്ഥിതിക പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ രക്ഷിതാക്കൾ പോലും തങ്ങളുടെ മക്കളെ, തങ്ങളുടെ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രാസ്, ബാംഗ്ലൂർ പോലെയുള്ള വലിയ വലിയ സിറ്റികളിലേക്ക് അയക്കുന്നു. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അവിടെ നിന്നൊക്കെ കേൾക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ഭീകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നിട്ടും നമ്മുടെ രക്ഷിതാക്കൾ വിടുന്നില്ലേ? നമുക്ക് തടുക്കാനാവുമോ? അവർ പോകട്ടെ, നമുക്കതൊന്നും തടഞ്ഞു നിർത്താനാവുകയില്ല. അവരവിടെ പോകുമ്പോൾ അവരാരുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, അവരാരോടൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ബന്ധം ആരോടല്ല, അവർ ക്ലാസ് വിട്ടാൽ എവിടെ പോകുന്നു, തങ്ങൾ നിശ്ചയിച്ച താമസ സ്ഥലത്ത് തന്നെയാണോ തങ്ങളുടെ മക്കൾ എല്ലാ ദിവസവും എത്താറുള്ളത്? ഇതൊന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാവില്ല. അവരുടെ പുറകെ കാവൽക്കാരെ നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഞാൻ പറയും, അവരുടെ മനസ്സിൽ ഒരു കാവൽക്കാരനെ നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു എന്ന കാവൽക്കാരൻ, അല്ലാഹു എന്നൊരു കാവൽക്കാരനെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സ്ഥാപിച്ചു കൊടുക്കാൻ, ഇട്ടുകൊടുക്കാൻ നമുക്ക് തീർച്ചയായും സാധിച്ചേ പറ്റൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വളരെ ചെറുപ്പം മുതലേ മക്കളുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തുകൊണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട്, മായാത്തൊരു യാഥാർത്ഥ്യമായി അല്ലാഹു അവിടെ മനസ്സിലുണ്ടാകണം. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അരുമ സന്താനത്തിന് കുറെ ധാർമ്മിക ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സന്താനത്തോട് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. യാ ബുനയ്യ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, എന്റെ മോനെ, എന്റെ പുന്നാര മോനെ എന്നാണ് അതിന്റെ അർത്ഥം. യാ ബുനയ്യ, എന്റെ കൊച്ചുമകനെ, ഞാൻ നിന്നോടൊന്ന് പറഞ്ഞോട്ടെ. യാ ബുനയ്യ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഓനെ നീ അറിയണം, ഒരു ചെറിയ ഒരു കടുകുമണി വലുപ്പം മാത്രമുള്ള, നിസ്സാര വലുപ്പം മാത്രമുള്ള ഒരു കടുകുമണിയോളം പോലും വലുപ്പമില്ലാത്തൊരു സാധനം. തകും ഫിസ് സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആ സാധനം ഈ ഭൂമിയിലെ ഏതോ ഒരു വലിയ പർവ്വതത്തിന്റെ ഉള്ളിൽ പോയി കിടക്കുന്നു, അല്ലെങ്കിൽ ആകാശത്തോ ഭൂമിയിലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കോണിൽ ആരും കാണാതെ മറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ കറുത്ത ഒരു സാധനം. മോനെ, കടുകുമണിയോളം വലിപ്പം മാത്രമുള്ള ഒരു സാധനം. ലോകത്തിന്റെ ഒരു കണ്ണും അത് കാണുകയില്ല. അത്രയും ഏതോ ഒരു കേന്ദ്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനം. പക്ഷെ മോനെ, യഅതി ബിഹല്ലാഹ്, ആർക്കും കാണാൻ കഴിയാത്ത സാധനം, അത് കാണാനും അതിനെ പുറത്തു കൊണ്ടുവരാനും അല്ലാഹുവിന് കഴിയും. പാറയുടെ ഉള്ളിൽ പോയി കിടക്കുന്ന, നിഗൂഢതയിൽ പോയി കിടക്കുന്ന ചെറിയ വസ്തു, മോനെ, ആരും അത് കണ്ടുപിടിച്ചില്ലെങ്കിലും യഅതി ബിഹല്ലാഹ്, ആ സാധനം പടച്ചതമ്പുരാൻ കാണുന്നവനാണ്. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ്. മോനെ, അല്ലാഹു തആല അത് പുറത്തു കൊണ്ടുവരും. എന്താ ലുക്മാൻ അലൈഹിസ്സലാം ഈ പറയുന്നത്? തന്റെ മകന് ഇഹ്സാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകു തറാഹു ഫഇന്നഹു യറാക. അതാണ് ഇഹ്സാൻ. മോനെ, നീ എന്റെ മുമ്പിൽ നിസ്കാരക്കാരനാണ്. വീട്ടിൽ വന്നാൽ നീ നിസ്കരിക്കും. എന്റെയും ഉമ്മയുടെയും ഒക്കെ മുന്നിൽ നീ നല്ല അച്ചടക്കമുള്ള മോനാണ്. പക്ഷെ മോനെ, ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നിന്നെ നോക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പക്ഷെ മോനെ, ഞാൻ ഒന്ന് പറയും, ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് നീ എത്ര അകലേക്ക് പോയാലും, ആരും നിന്നെ കണ്ടില്ലെങ്കിലും മോനെ, നിന്നെ കാണുന്ന ഒരു റബ്ബ് നിന്റെ കൂടെയുണ്ട്. നിന്നെ കാണുന്ന ഒരു റബ്ബ് നിന്റെ കൂടെയുണ്ട് മോനെ. ഈ ബോധത്തോടെ നീ പോകണം എന്ന്
തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ് ലുക്മാൻ അലൈഹിസ്സലാം. ഇങ്ങനത്തെ ഒരു ബോധം നമ്മുടെ സന്താനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളുടെ പോക്ക് കണ്ടാൽ ചില രക്ഷിതാക്കൾ സന്താനങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കേട്ടാൽ വളരെ ഭയാനകമാണ് അവസ്ഥ. സ്കൂളിലോട്ടൊക്കെ പോകുന്ന കുട്ടികൾ തിരിച്ചു ചെല്ലാതെ വേറെ ഏതൊക്കെയോ കേന്ദ്രത്തിൽ. എനിക്കറിയാം ഒരു മുസ്ലിം സ്ഥാപനം, സ്കൂൾ, കുട്ടികൾ പല പിരീഡും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിലേക്ക് പോകാതെ നേരത്തെങ്ങാണ് സ്കൂൾ വിട്ടാൽ അവർ പോകുന്ന വേറെ ചില കേന്ദ്രങ്ങളിലേക്കാണ്. മദ്യപാനികളായ മുസ്ലിം കുട്ടികൾ പെരിയാറിലോട്ടൊക്കെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ മദ്യക്കുപ്പികളാണ് അവരുടെ കയ്യിൽ. പരിസരവാസികൾ പറയും, മക്കൾ അവിടെ കുഴിയുണ്ട്, പോകല്ലേ. അതിനൊന്നും വിലവെക്കാതെ വെള്ളത്തിനകത്ത് പോയി നിന്നിട്ട് വെള്ളത്തിനുള്ളിൽ പോയി നിന്നിട്ട് അവർ മദ്യം ഇങ്ങനെ പരസ്യമായി കുടിക്കും. എന്നിട്ട് ആ കുപ്പി അവിടേക്ക് വലിച്ചെറിയും. നാട്ടുകാരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. മുസ്ലിം കുട്ടികളെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്നത്. എവിടേക്കാണ് നമ്മുടെ ചെറുപ്പക്കാർ? എന്താ കാരണം? പടച്ചോനെ പേടിയില്ല. പടച്ചോനെ പേടിയില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയും, ഇതല്ലാതെ ഒരു വഴിയില്ല. സന്താനങ്ങളെ സദാചാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ധാർമ്മികവൽക്കരിക്കാൻ വേറെന്ത് മരുന്നുണ്ട്? വേറെന്ത് വഴിയുണ്ട് ഈ ലോകത്തിന്റെ കയ്യിൽ? ഞാൻ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. വളരുന്ന മദ്യാസക്തിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിന്റെ ഭാഗമായി കോതമംഗലത്ത് അവരുടെ ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ പോയതാണ്. അവർക്ക് എന്ത് ബദലാണ് ഈ മദ്യാസക്തിയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കാൻ? എന്ത് പരിഹാരം ഒരു ഭൗതിക പശ്ചാത്തലമുള്ള ഒരു പ്രസ്ഥാനത്തിന് കൊടുക്കാനുണ്ട്? എന്റെ അനുഭവത്തിൽ അത്തരം പശ്ചാത്തലമുള്ള പ്രസ്ഥാനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരെ തങ്ങളുടെ സ്റ്റേജുകളിലേക്ക് വിളിച്ച് യുവാക്കളോട് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് ഒരു ആദ്യത്തെ അനുഭവമായിട്ടാണ്. കാരണം ഇതല്ലാതെ വേറൊരു പരിഹാരമില്ല. ഈ മദ്യമാകുന്ന വിപത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരെ രക്ഷിക്കാൻ വേറെന്ത് വഴി? ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇപ്പോഴും മദ്യപിക്കാത്തതുകൊണ്ട് കുറേക്കുണ്ട് മദ്യപിക്കുന്നവർ. എന്നാലും ഈ സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം കുടിക്കാത്തവരാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, കേരളത്തിലെ മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം കുറെ കാലങ്ങളായി മലപ്പുറം ജില്ലയിലെ മലപ്പുറം കളക്ടറേറ്റിന്റെ മുന്നിൽ ഒരു സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിന്റെ സമരത്തിന്റെ ആവശ്യം മദ്യനിരോധനം നടപ്പിലാക്കുക, കേരളത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കുക, നമ്മുടെ തലമുറയെ രക്ഷിക്കുക. അങ്ങനെ മദ്യനിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യാഗ്രഹ സമരം, ഈ സത്യാഗ്രഹ സമരം ആരംഭിച്ച അതിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ആ സദസ്സിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച ഒരു അമുസ്ലിം പ്രസംഗിച്ച പ്രസംഗം എന്താണെന്നറിയോ? പ്രവാചകന്റെ അനുയായികളെ, മലപ്പുറത്തുകാരെ, ഈ സമരം മലപ്പുറത്ത് പരാജയപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ ഇത് വേറെവിടെയും വിജയിക്കാൻ പോകുന്നില്ല. മദ്യത്തിനെതിരായ ഈ സമരം മലപ്പുറത്ത് പരാജയപ്പെട്ടാൽ കേരളത്തിൽ പിന്നെ എവിടെയും ഈ സമരം വിജയിക്കുകയില്ല. എന്റെ പ്രതീക്ഷ ഈ ജില്ലയാണ്. എന്താ കാരണം? ഈ സമുദായം ഒരു ഉയർന്നു നിൽക്കുന്നുണ്ട് താരതമ്യേന. എന്തേ നമ്മളൊക്കെ മദ്യപിക്കാതിരിക്കുന്നു? ഇതുപോലൊരു സദസ്സ് വേറൊരു സമൂഹത്തിൽ നിന്ന് എടുത്താൽ, മദ്യപിക്കാത്തവരുടെ എണ്ണം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ അവസ്ഥ. നല്ലൊരു ശതമാനം ആളുകൾ ഈ സമുദായത്തിൽ മദ്യപിക്കാത്തവരായി നിലനിൽക്കുന്നതിന്റെ കാരണം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് കണ്ടിട്ടല്ല, അള്ളാഹു നിഷിദ്ധമാക്കി എന്ന വിശ്വാസത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. പടച്ചതമ്പുരാൻ ഇത് ഹറാമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിന്റെയും അവസ്ഥ എന്താകുമായിരുന്നു? വിശ്വാസത്തിന്റെ കരുത്ത്.
ഡിവൈഎഫ്ഐയുടെ വേദിയിൽ നിന്നുകൊണ്ട് ഇതേ നമുക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. സൃഷ്ടാവിലേക്ക് തിരിയുക, വിശ്വാസത്തിലേക്ക് തലമുറയെ മടക്കുക. ഇതല്ലാതെ ഈ ദുരന്തത്തിൽ നിന്ന് ഈ രാജ്യത്തെ, ഈ നാടിനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ സദാചാരത്തിലേക്ക് തിരിച്ചുവിടാനും ഈ ഒരു വഴിയേ ഉള്ളൂ. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം എത്ര അർത്ഥവത്തായ രൂപത്തിൽ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഈ അള്ളാഹുവിനെ കുറിച്ച് മക്കൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുവിനോട് തന്നെ നീതി കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ടത്. പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പടച്ചോനോട് തന്നെ അക്രമം കാണിച്ചുകൊണ്ടാണ്, അനീതി കാണിച്ചുകൊണ്ടാണ് അള്ളാഹിനെ നമ്മൾ പരിചയപ്പെടുത്താറ്. ഏകപക്ഷീയമായൊരു പരിചയപ്പെടുത്തൽ. ക്രൂരനായ അള്ളാഹു, തീയിലിടുന്ന അള്ളാഹു, ചുട്ടുകൊല്ലുന്ന അള്ളാഹു, തീയിന്റെ ഉടുപ്പ് ധരിപ്പിക്കുന്ന അള്ളാഹു, നരകത്തിൽ ഭയാനകമായ വിവിധങ്ങളായ ശിക്ഷകൾ ഒരുക്കി വച്ചുകൊണ്ട് തന്റെ അടിമകളെ ആർത്തിയോടെ കാത്തിരിക്കുന്ന, ശിക്ഷിക്കുന്ന അള്ളാഹു. ഇങ്ങനെ ഒരു അള്ളാഹിനെ പറ്റിയല്ലാതെ വേറൊരു അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കില്ല. തീയിലിടുന്ന അള്ളാഹു, ചുട്ടുകരിക്കുന്ന അള്ളാഹു, കൊളുത്തുകൊണ്ട് വലിക്കുന്ന അള്ളാഹു, നാവ് പിഴുതെടുക്കുന്ന അള്ളാഹു. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു ചിത്രമാണ് അള്ളാഹിനെ പറ്റി ആകെ നൽകാറുള്ളത്. ഇതാണ് രക്ഷിതാക്കളിൽ നിന്ന് മക്കള് അള്ളാഹിനെ പറ്റി കേൾക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കള് അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ പോകുന്നത് മദ്രസയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഉസ്താദിന്റെ നിൽപ്പ് കണ്ടാൽ തന്നെ മക്കള് ഭയന്ന് വിറക്കും. ഉസ്താദിന്റെ പെരുമാറ്റവും ഉസ്താദും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഉസ്താദ് പെരുമാറുന്നത് എന്ന് തോന്നിപ്പോകും. തലക്കിട്ടടിക്കും, തോളിനിട്ടടിക്കും, ഒരു വാക്ക് തെറ്റി ഈ ക്രൂരമായി പെരുമാറുന്ന ചില ഉസ്താദന്മാർ. മക്കൾക്ക് മദ്രസ എന്ന് കേട്ടാൽ തന്നെ അവർക്ക് ദേഷ്യമാണ്. സ്കൂളിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്ത മക്കൾ, പക്ഷെ മദ്രസ ഉസ്താദ് എന്നൊക്കെ കേട്ടാൽ എന്തോ ഒരു തരം ഭീകരതയാണ് അവർക്ക്. കാരണം ചില ഉസ്താദന്മാരുടെ പെരുമാറ്റം. എന്നിട്ട് അവരും ഒരു അള്ളാഹിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഈ ഉസ്താദിനിപ്പോ ഏത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്താലും അറിയാലോ. ഉസ്താദും പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹു തീയിലിടുന്ന അള്ളാഹു, ചലവും ചോരയും കുടിപ്പിക്കുന്ന അള്ളാഹു, ചുട്ടുകൊല്ലുന്ന അള്ളാഹു. എന്നിട്ട് ഉസ്താദിന്റെ പെരുമാറ്റവും അങ്ങനെ. ഇതൊക്കെയാണ് അള്ളാഹിനെ പറ്റി മക്കൾ കേൾക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവൻ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ വേറൊരു കലാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് ആരെയാണ്? അവന്റെ ബുദ്ധിയോട് വളരെ ക്രിയാത്മകമായി സംവദിക്കുന്ന, അവന്റെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന, അവന്റെ ചിന്താഗതികളോട് വളരെ ക്രിയാത്മകമായി പെരുമാറുന്ന നിലപാടെടുക്കുന്ന വേറൊരു പറ്റം അധ്യാപകന്മാർ. പിന്നെ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ഓതിക്കൊടുക്കുന്നുവോ അതാണ് അവർക്ക് പാഠം. അവർ ഡാർവിനിസവും നിരീശ്വരത്വവാദവും ഒക്കെ എന്ത് പറഞ്ഞു കൊടുത്താലും മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതായിരിക്കും പിന്നെ ആകർഷകത്വം. എന്താ പ്രശ്നം? നമ്മുടെ ഉസ്താദുമാർക്കും ഇസ്ലാമിനെ നേരെ ചൊവ്വെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. എന്താണ് അള്ളാഹു? ആകൊരു അള്ളാഹുവിനെ അവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സന്തുലിതമായ, അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും. താരതമ്യേന ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അള്ളാഹിനെ കുറിച്ച് കൂടുതൽ തിന്മകളിൽ നിന്ന് സന്താനങ്ങൾ വിട്ടുനിൽക്കാൻ ഭയത്തിന്റെ അധ്യാപനങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അതൊന്നും വേണ്ട എന്നല്ല, അത് തന്നെ വഴിയുള്ളൂ. പക്ഷെ സന്തുലിതമായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തോടും അവരുടെ ബുദ്ധിയോടുമൊക്കെ കുറെ കൂടി ക്രിയാത്മകമായി സംവദിക്കുന്ന ഒരു രീതിശാസ്ത്രം സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മെനഞ്ഞെടുക്കണം. നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെ ആ തരത്തിലേക്ക് ഉയർത്തണം. മക്കളുമായിട്ടൊന്ന് ടൂർ പോകണം നിങ്ങൾ, കുടുംബവുമായിട്ട്. അങ്ങനെ നിങ്ങൾ ടൂർ പോകുമ്പോൾ ആ ടൂറിനിടയിൽ നിങ്ങളുടെ നിസ്കാരം വിടാതെ
ആ ടൂർ പോകുന്ന 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വളരെ കൃത്യമായി തന്നെ ജമ്മും കസറും ഒക്കെ ആയിട്ട് നിങ്ങളും ഭാര്യയും മക്കളൊക്കെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം. അപ്പൊ മക്കൾ പഠിച്ചു കണ്ടോ? അവൻ സ്കൂളിൽ നിന്ന് ടൂർ പോയാലും ബാക്കി കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകൻ നമസ്കരിച്ചോളും. അവൻ ബാപ്പയിൽ നിന്ന് പണ്ടേ ശീലിച്ചൊരു ശീലമുണ്ട്. ഇങ്ങനെ എല്ലാ വഴികളും അള്ളാഹുവിനെ കുറിച്ച് ഏത് സമയത്തും മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞ അധ്യാപനം തന്റെ മകന് പറഞ്ഞുകൊടുത്ത ശേഷം അടുത്ത വാക്ക് എന്താണെന്നറിയോ? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, മോനെ നമസ്കാരം നിലനിർത്തണം കേട്ടോ. നീ എവിടെ പോയാലും നമസ്കാരം നീ നിലനിർത്തണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കാനുള്ള ഒരേ ഒരു വഴിയാണത്. 3 പ്രാവശ്യം ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ യാ ബുനയ്യ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് നല്ല രൂപത്തിലാണ് ഉപദേശം കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു അള്ളാഹുണ്ട് മോനെ, എന്റെ പൊന്നുമോനെ, നമസ്കാരം ഉപേക്ഷിക്കല്ലേ കേട്ടോ മോനെ. നീ എവിടെ പോയാലും, നീ ബാംഗ്ലൂർ പോയാലും, നീ ചെന്നൈ പോയാലും, നീ ബോംബെ പോയാലും മോനെ, ഒരു കാരണവശാലും ബാപ്പ പഠിപ്പിച്ച ആ രീതി ഉണ്ടല്ലോ നമസ്കാരം, അത് നീ കളഞ്ഞു കുളിക്കല്ലേ മോനെ. ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തു നോക്ക് നിങ്ങൾ. എന്നിട്ട് പാഴാവുകയാണെങ്കിൽ നമുക്ക് പടച്ചോന്റെ അടുത്ത് സമാധാനം ഉണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാം ഒരുപാട് പണിയെടുത്തു, പക്ഷെ മകൻ വിളിച്ച വഴിക്കല്ല വന്നത്. മോനോട് പറഞ്ഞു, മോനെ കപ്പലിൽ കയറ് എന്നോടൊപ്പം. മോനെ നീ കപ്പലിൽ കയറും മോനെ. ഇല്ല, ഞാൻ വരുന്നില്ല വാപ്പയോടൊപ്പം. അവസാനം നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോൾ അള്ളഹാനോട് സങ്കടം പറഞ്ഞു, പടച്ചവനെ, എന്റെ മോൻ അവൻ എന്റെ കുടുംബത്തിൽ എന്റെ അഹലിൽപ്പെട്ടവനല്ലേ. അള്ള പറഞ്ഞു, ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്. ഖുർആന്റെ ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അല്ലയോ നൂഹേ, ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അത് പാഴായിപ്പോയ ഒരു പ്രവർത്തനമായി പോയി, പാഴായിപ്പോയൊരു പണി. അമലുൻ ഗൈറു സ്വാലിഹ് എന്ന് പറഞ്ഞാ നൂഹുവിനെ നന്നായി പണിയെടുത്തിട്ടുണ്ട്. മോനെ നന്നാക്കാനുള്ള എല്ലാ തർബിയത്തും എല്ലാ പണിയും പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം നടത്തി. പക്ഷെ പാഴായിപ്പോയി. അമലുൻ ഗൈറു സ്വാലിഹ്, പാഴായിപ്പോയ അമല് എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. നമ്മുടെ മക്കളെ നന്നാക്കാനുള്ള ഒരു പണിയും എടുക്കാതെ, നമ്മുടേതായ മാർഗത്തിലൂടെ നമ്മൾ പോകാതെ, മക്കള് വഴിതെറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ നൂഹ് നബീനെ ചാരി നിന്നിട്ട് ചില രക്ഷിതാക്കൾക്ക് ചാരി നിൽക്കാൻ ഒരു നൂഹ് നബി ഉണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നൂഹ് നബിയുടെ മക്കൾ പോലും അങ്ങനെയൊക്കെ ആയില്ലേ? നൂഹ് നബി അങ്ങനെ ആയിരുന്നില്ല. നൂഹ് നബി അങ്ങനെ ആയിരുന്നില്ല എന്ന് ഖുർആനാണ് സാക്ഷ്യം വഹിച്ചത്. നൂഹെ നീ പണിയെടുത്തു, പക്ഷെ അമലുൻ ഗൈറു സ്വാലിഹ്. അതുകൊണ്ട് നമ്മുടേതായ ദൗത്യം സന്താനങ്ങളുടെ കാര്യത്തിൽ ദീനി അടിത്തറയിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. കാലഘട്ടത്തിന്റെ പോക്ക് നമുക്കറിയാം. എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത, ഒരു സൂക്ഷ്മമായ ഒരു വിശകലനം നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി അടിത്തറയിൽ ജീവിക്കുവാനും നമ്മുടെ സന്താനങ്ങളെയും ദീനി അടിത്തറയിൽ മാറ്റിയെടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി, തഖ്വ ബോധം നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
അള്ളാഹുവിന് ഭയന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. തിങ്കളാഴ്ച ലക്ഷോർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടക്കേണ്ട 1 വയസ്സുകാരനായ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുഞ്ഞിൻ്റെ രോഗത്തെ, ആ കുഞ്ഞിൻ്റെ വൈകല്യത്തെ അല്ലാഹു തആല ശിഫയാക്കി ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ആശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇർള അനിൽ അർബഅത്തി അൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഇർള അന്നമ്മ നബിയ്യിക ഹംസത വൽ അബ്ബാസ് വൻ ബഖിയത്തി അസ്ഹാബ് റസൂലിക അജ്മഈൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنة يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف